ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്. നിങ്ങൾക്ക് ചാനലിലേക്ക് സ്വാഗതം. അതേപോലെ തന്നെ പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. ഇന്നത്തെ നിങ്ങളാണ് താരം. അപ്പോൾ അതിലേക്ക് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് സീ. Five of Cups, Empress energy, strong message ആണ്. 8 of Pentacles, 7 of Wands, Page of Wands and 2 of Wands energy connection. Strong message ആണ്. മെയിൻ കാർഡ് നിങ്ങളാണ് താരം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് റീഡിങ്സിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുമ്പോൾ 5 of Cups എനർജി കണക്ഷൻസ് ആണ്. നിങ്ങൾ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരോടും ഒത്തിരി കൈൻഡായിരിക്കും. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കൈൻഡ്നെസ്, ഒരു സ്നേഹം, കാരുണ്യം, ദാക്ഷിണ്യം ഇതൊന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടല്ലേ. എല്ലാവരോടും നിങ്ങൾ ആ ഒരു രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവാം. പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ ഒരു നമ്മൾ പറയും തേർഡ് വീലായിട്ട് കാണും ചില ആളുകൾ അവരുടെ കൂട്ടത്തിൽ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രാധാന്യമില്ല. നിങ്ങളെല്ലാവരെയും സഹായിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരുടെ ഏത് ആവശ്യത്തിനും നിങ്ങളെ ആയിരിക്കും വിളിക്കുക, നിങ്ങൾ ഇവിടെ ഓടിയെത്തും. പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ മറ്റുള്ളവർക്ക് അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ഒരു പക്ഷേ അത് മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. ഇത് വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് പലപ്പോഴും ഒരു റിസോഴ്സസ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയാണ് മറ്റ് എല്ലാവരുടെയും റിസോഴ്സ് എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ ആയിരുന്നിരിക്കാം. അപ്പോൾ അത് മാറിക്കിട്ടാണ്. പ്രത്യേകിച്ച് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഫേസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ ആംബിഷൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അതിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വരിക എന്നാൽ യു ഹാവ് ടു കം ഔട്ട്. നിങ്ങൾ പുറത്തേക്ക് വരിക, നിങ്ങളുടെ സന്തോഷങ്ങൾക്കും ആഗ്രഹത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇത് പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം നിങ്ങളുടെ ഇന്നർ ലൈറ്റ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പ്രകാശം, അത് നിങ്ങളുടെ ഉള്ളിലാണോ ഉള്ളത്, അത് മറ്റുള്ളവർ കാണുക. നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഫീലാണ്. യു ആർ ദ സൺ. ആ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സൺ എന്ന് പറഞ്ഞാൽ എന്ത്? സൺ ഈസ് അബൌട്ട് ഷൈനിങ് സ്റ്റാറാണ് സൂര്യൻ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവർക്കെല്ലാം ഊർജ്ജം നൽകുന്നത്, എപ്പോഴും തെളിച്ചത്തോടു കൂടിയിട്ട്, അതായത് പ്രകാശം തന്നെ നൽകുന്നത് എല്ലാവർക്കും അത് നിങ്ങളാണ്. ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ട്. പല സിറ്റുവേഷനിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവർക്കും സഹായം ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടാവും നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കിയിട്ട്. ആവശ്യത്തിന് സഹായം വേണം, പക്ഷെ നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കി ചില സിറ്റുവേഷനിൽ നിങ്ങളെ മാറ്റി നിർത്തും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, എനിക്ക് നിങ്ങളുടെ ആവശ്യം, നിങ്ങൾക്കാണ് എൻ്റെ ആവശ്യമുള്ളത്, പക്ഷെ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ, അതായത് എല്ലാവരും നിങ്ങളെ വളരെ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വേക്കപ്പ് കോൾ ആയിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. ആ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുകയാണ്, ഇനി മതി കിടന്നുറങ്ങിയത്, എഴുന്നേൽക്കുക. കാരണം ഇനി നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് പോവാം. നിങ്ങളെ ആരെങ്കിലും അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവരായിട്ട് അത് സിറ്റുവേഷൻസ് ഒന്നായിരിക്കില്ല, രണ്ടായിരിക്കില്ല, ഒത്തിരി തവണ നടന്നിട്ടുണ്ടോ, എന്നിട്ടും നിങ്ങൾ പിന്നെയും അവിടെ പുറകെ പോകുന്നുണ്ട് എങ്കിൽ ദിസ് ഇസ് ദ ടൈം ടു സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക. അത് ഈ ഒരു എനർജി വളരെയധികം എന്താ പറയുക, നമ്മൾ ചില ആളുകൾ റിവെഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് പകരം വീട്ടുന്നത് അവരെ ദ്രോഹിച്ചു കൊണ്ടല്ല, അവർ ചിന്തിക്കാത്തതിൻ്റെ അപ്പുറത്ത് മേലെ മുകളിലേക്ക് പോയിക്കൊണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ലൈഫ് ബെറ്റർ ആകുന്നത് അങ്ങനെയാണ്. അല്ലാതെ മറ്റൊരാളോട് പ്രതികാരം, പക ഉള്ളിൽ വെച്ചിട്ടാവരുത്. മറിച്ച് നമ്മളെ മാറ്റി നിർത്തുന്നവരുമായിട്ട് അവരുടെ ഒത്തിരി യു ബിക്കമിങ് സോ ഗ്രേറ്റ്, വളരെ വളരെ ഉയരത്തിൽ അവർ വിചാരിച്ചതിനേക്കാൾ ഉയരത്തിലെത്തുകയാണ്. സോ ദാറ്റ് ഇറ്റ്സ് ഹാർഡർ ഫോർ ദെം ടു ഇഗ്നോർ യു. അതായത് നിങ്ങളെ അവഗണിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ടുള്ളൊരു കാര്യമായി മാറുകയാണ്. കാരണം നിങ്ങളുടെ പ്രകാശം അത്രയ്ക്ക് വലുതാണ്, അവർ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ്. അപ്പോൾ നിങ്ങളവർക്ക് ആർക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു വെളിച്ചത്തെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്.
ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് പലരും ഇന്ന സ്ഥലത്ത് ഇന്നിടത്ത് വരാം അല്ലെങ്കിൽ എൻ്റെ കൂടെ വരുമോ എന്നുള്ളത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരേ സമയം ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും അവരുടെ ഫാമിലിയിൽ നടക്കുന്ന ഫംഗ്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കാം ഇപ്പോൾ വിളിക്കുന്നത് ഇനി അങ്ങോട്ടേക്കും. അപ്പോൾ ഈ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. മണി, നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ നേടാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ ഫൈനലി നേടാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതായിരിക്കാം. പക്ഷേ ഇൻ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഫിനാൻഷ്യലി വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഒരു ചെറിയ സ്റ്റെപ്പ് എന്താണോ ആ സ്റ്റെപ്പിൽ ഫോക്കസ് ചെയ്യുക ഇപ്പോൾ. പക്ഷേ മുന്നോട്ടേക്ക് പോകും തോറും അങ്ങനെ കൊച്ചു കൊച്ചു ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ചിട്ടാണ് നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് പോകുന്നത്. ചില ആളുകൾ കരിയറിൽ മുന്നേറുന്നതായിരിക്കാം. നിങ്ങൾ കുറച്ചധികം നാളായിട്ട് ഒരു ജോലിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോലിയിൽ നിന്ന് മാറി പുതിയ ജോലിയിലേക്ക് വരാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളുടെ വിളി കേൾക്കുന്നു എന്ന് നമുക്ക് പറയാം. പലരെ സംബന്ധിച്ചിടത്തോളം ഇത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം എൻഡ് ഓഫ് സംതിങ് ആൻഡ് ബിഗിനിങ് ഓഫ് സംതിങ് എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു സന്തോഷം, ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ അതിലേക്കാണ് പോകുന്നത്. ചില ആളുകൾക്ക് സന്തോഷം, പണം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും. ചില ആളുകൾ പറയാറുണ്ട് പണമുള്ളത് കൊണ്ട് മാത്രം സന്തോഷമായിരിക്കണം എന്നില്ല. പക്ഷെ പണമില്ലാത്തത് കൊണ്ട് സന്തോഷമില്ലാത്തവരും ഉണ്ടാവും. കാരണം അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണത്തിൻ്റെയാണ് കുറവെങ്കിൽ പണം കൂടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഹാപ്പി എന്ന് പറയാം. പക്ഷെ അതേസമയം തന്നെ കയ്യിൽ പണമുണ്ട് പക്ഷേ ആഗ്രഹിച്ച വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഇല്ല, സ്നേഹം ഇല്ല, അല്ലെങ്കിൽ പല കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച മാനസിക സന്തോഷം തരുന്ന കാര്യങ്ങളില്ല എങ്കിൽ പണമുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ഒരു സമൃദ്ധിയാണ് ജീവിതത്തിലേക്ക് വരേണ്ടത്. ആ ഒരു സമൃദ്ധി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പല കാര്യങ്ങളിലും നിങ്ങൾ മുന്നേറുന്നു എന്നുള്ളതാണ്. ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. 7 ഓഫ് വൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ അടുത്തിടയ്ക്ക് ഉണ്ടായിരുന്ന പല തടസ്സങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നതാണ്. പുതിയൊരു കുറച്ചധികം നാളായിട്ട് നിങ്ങൾ സ്റ്റക്കായിരുന്നിരിക്കാം. ഒരു ഹാങ്ഡ്മാൻ എനർജി ഇവിടെ ഫീൽ ചെയ്യുന്ന ആ സ്റ്റക്ക് എനർജിയിൽ നിന്ന് നിങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജി കണക്ഷൻസ് ആണിത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ എന്താണോ, നിങ്ങൾ വളരെ വീക്കായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ബോൾഡ് ആവണം. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒത്തിരി ഇരട്ടി ബോൾഡ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ വളരെയധികം ബോൾഡ് ആവുന്നു. ചാലഞ്ചസിനും നിങ്ങൾക്കിപ്പോൾ ഭയമില്ലാതെ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു രീതിയിൽ പലരെ സംബന്ധിച്ച് ചലഞ്ച് എന്ന് പറയും. ചില ആളുകൾക്ക് ഇത് ഇമോഷണൽ, അതായത് പേഴ്സണൽ ലൈഫിലായിരിക്കാം. കാരണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം, നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നതാവും, അത് ആര് വേണമെങ്കിലും ആകാം. നിങ്ങളുടെ പേഴ്സണൽ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ്, പ്രണയം, അല്ലെങ്കിൽ അത്രയും ക്ലോസ് ബ്ലഡ് റിലേഷൻ ആയിരിക്കാം. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഒന്ന് പുറത്ത് കിടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള മറ്റൊരു ചലഞ്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് ചലഞ്ചിങ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് നിങ്ങൾ ബോൾഡറായി മാറിയിട്ടുണ്ട്. പേജ് ഓഫ് വൺസ് എനർജി കണക്ഷൻസ് ആണ് ഇത്. നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, എങ്ങനെ, എന്ത് എന്നുള്ളത്. അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് തന്നെയാണ് അറിയാം. നിങ്ങൾക്കറിയാം അതിൻ്റെ ഉത്തരം, പക്ഷേ അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ധൈര്യമില്ലാത്തതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഉത്തരം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. റിസ്ക് എടുക്കുന്നുണ്ട്. റിസ്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യമായിരിക്കും. ചില ആളുകൾക്ക് റിസ്ക് എടുക്കുന്നു, ഇത് ഇവിടെ നിർത്തണോ. ചില ആളുകൾ വീട് വിൽക്കുന്നുണ്ട്, അപ്പോൾ അത് വേണോ വേണ്ടയോ എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടാവും. അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ അത് വാങ്ങിച്ചതും അതിൻ്റെ ഒരു ഇമോഷണൽ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ അനുസരിച്ചിട്ട് അത് വിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് ചിന്തിക്കുന്നത്. അതിലൊരു തെറ്റുള്ള കാര്യത്തിൽ റിസ്ക് എടുക്കേണ്ടത്, ചില കാര്യങ്ങൾ റിസ്ക് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും, മറ്റു ചില കാര്യങ്ങൾ റിസ്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനമായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചിട്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് 2 ഓഫ് വൺസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റിംഗ് ദ സിറ്റുവേഷൻ, എന്താണോ ഇപ്പോൾ ഉള്ളത് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാണ്, എന്നിട്ട് അതിനനുസരിച്ചിട്ട് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാണ്. അല്ലാണ്ട് എവിടെയാണോ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്താണെന്ന്, നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച നിധി നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് തന്നെ പറയാം. ആ ഒരു നിധി സാമ്പത്തികമായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ഒരു സാഹചര്യമായിരിക്കാം.
എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു നിധി നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾ ഒരു താരമായിട്ട് മാറുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ മറ്റുള്ളവരുടെയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.